ജീവിതയാത്രയിൽ ഇനിയും നീ വഴിയിൽ തനിയെയാകും. ഏതായാലും മാഷ് സ്കൂൾ മാറാൻ തീരുമാനിച്ചത് നന്നായി. ഒരു റിലീഫ് ആവുമല്ലോ. അതെ, എന്നാ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്? ഒരു 10-12 ദിവസം കൂടി ബാക്കിയുണ്ട്. ഏതായാലും ഞാൻ നാളെ മറ്റന്നാളോ ജോയിൻ ചെയ്യും. ആ കാറൊന്ന് കിട്ടട്ടാ. ഏതാ പുതിയ സ്കൂൾ? നീലേശ്വര ഹൈസ്കൂൾ. ടാബ്ലറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് കഴിക്കണം കേട്ടോ. ഉള്ളിലും മുറിവ് പണങ്ങാനുണ്ട്. ഒരാളെൻ്റെ കൂടെ വരും, കുറച്ച് പേപ്പർ സൈൻ ചെയ്യാം. വിജിലേഷനോട് ഞാൻ ഇവിടെ ക്ലീനാക്കാൻ പറഞ്ഞിരുന്നു. എത്ര ഇപ്പം നിങ്ങളുടെ കൂലി? അതിപ്പോൾ നിങ്ങൾ തന്നില്ല, കുഴപ്പമൊന്നുമില്ല. 1000 ഉണ്ടായിരുന്നു. ഗൂഗിൾ പേ ഉണ്ടോ? ആ, ഒരു മിനിറ്റേ. 99 46 00 22 38 18. അയച്ചിട്ടുണ്ട് കേട്ടോ. ഒറ്റ മിനിറ്റ്. ഹലോ, നിങ്ങളിവിടെ നിൽക്കണോ മാഷേ? വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വേണ്ട മാഷേ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല മാഷേ, എനിക്കൊന്ന് തനിച്ചിരിക്കണം. കുറേ ആയില്ലേ ഹോസ്പിറ്റലിൽ നിന്ന്. ഹലോ സർ. ഹലോ, കാറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നാളെ രാവിലെ വന്ന്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി All Indians now, my brothers and sisters, I love my country, and I am proud of its rich and varied heritage. I shall always. നമ്മളെ പുതിയ മാഷ പേരെന്തെനിക്ക്? സുമേഷ. സുമേഷ്. എവിടുന്നാ? നടക്കാമെന്നാന്ന് തോന്നുന്നു മാഷെ. ഇന്ന് വരെ മേഡം, വരൂ മാഷെ. പുതിയ അപ്പോയിൻമെൻ്റ് ആണ്. സാർ ഇരിക്കും. സുമേഷ് സാറല്ലേ? ഞങ്ങൾ സാറെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുല്ല, ടീച്ചേഴ്സിന്റെ അറ്റൻഡൻസ് ലിസ്റ്റ് കൊടുക്കുമ്പോൾ
മാസ്റ്റർ ക്ലാസ് 9F ആണ് കേട്ടോ. നമ്മൾ കുട്ടികളെ നിലവാരമാക്കാൻ വേണ്ടിയിട്ട് പരീക്ഷ വെച്ചിട്ടുണ്ട്. മാഷെ ഒരു ആക്സിഡൻറ്റ് പറ്റി ഞങ്ങൾ അറിഞ്ഞു. ഭാര്യയും മകനും നഷ്ടപ്പെട്ടു അല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും മാഷെ. എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരില്ല. മാഷ് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് ക്ലാസ്സിൽ പോയാൽ മതി. കുഴപ്പമില്ല വേണം, ഞാൻ പോയി നോക്കാം. ഞാനാണ് നിങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചർ. എൻ്റെ പേര് സുമേഷ് എന്നാണ്. ഇന്നൊരു ക്ലാസ് ടെസ്റ്റ് പറഞ്ഞില്ലായിരുന്നോ? എല്ലാവരും ബുക്ക് എടുത്തേ. എടാ നീ വന്നോ? അടുക്കള ചായ ഇരിപ്പുണ്ട്, പോയി കുടിച്ചോ. ആ പുതിയ വന്ന ബ്രെഡ് അല്ലേ, അവർ വെക്കണം എടുക്ക. ഇതാണ് ചാടിച്ചാടി നിൽക്കടാ. എൻ്റെ പകരം വല്ല ബംഗാളിനെ വെച്ച് കഴിഞ്ഞാൽ അയാൾക്കുള്ള വെച്ച് കൊടുത്തല്ല. ഉണ്ണികൃഷ്ണൻ. അമൽ ആരാ? അമൽ 17 മാർക്ക്. സിനാൻ 18 മാർക്ക്. ഉണ്ണികൃഷ്ണൻ ആരാ? ഉണ്ണികൃഷ്ണൻ 1 മാർക്ക്. മാഷിന്റെ ക്ലാസ്സിലെ കുട്ടിയുടെ പണിയായിരുന്നു. നമ്മുടെ ഉണ്ണികൃഷ്ണനില്ലേ, അവനോ? അവന്റെ അമ്മേനെ കുറിച്ച് എന്തോ മോശമായിട്ട് പറഞ്ഞു എന്നാ കുട്ടികൾ പറഞ്ഞു. രവീന്ദ്ര മാഷല്ലേ? അതെ, ആരായിരുന്നു? ഞാൻ ഇവിടെ പുതുതായി ജോയിൻ ചെയ്ത. ഞാൻ കേട്ടിരുന്നു. ഇങ്ങനെ സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. പിന്നെ പക്ഷേ ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. നമ്മൾ ഉണ്ണികൃഷ്ണന്റെ കഴിഞ്ഞ വർഷത്തെ ക്ലാസ് ടീച്ചർ സാറായിരുന്നു. അതെ, എന്താ അവനെ പറ്റിയുള്ള അഭിപ്രായം? അവന് ഞാൻ ഓർക്കുന്നു. നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു പയ്യനായിരുന്നു. എല്ലാ വിഷയത്തിനും അവന് തന്നെയായിരുന്നു നല്ല മാർക്ക്. അതെയോ? പക്ഷെ ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയിൽ വളരെ മോശം മാർക്കാണല്ലോ അവന് കിട്ടിയത്. മാഷേ, അവന് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയും ഈ അടുത്ത് മരിച്ചു. അതോടെ അവന്റെ സ്വഭാവം ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്.
നീയൊക്കെ എൻ്റെ അപ്പൂപ്പനെ വരെ വിളിച്ചില്ലേ? ഞാൻ എന്താ ചെയ്തോ? മോശമായി പോയി, മോശം. എടാ പിന്നെ ഉണ്ടല്ലോ ഓൻ്റെ അമ്മ മരിച്ചാടാ. അമ്മ? എടാ സോറി. എടാ സാറില്ലടാ. എന്ത് സാറില്ലാന്ന്? ഞാൻ ആരാധികമാരെ മൂത്ത് എങ്ങനെ നോക്കും? എടാ അല്ല എൻ്റെ മൂക്കിന് താരാ തൊട്ടിച്ച്? അത് മിഥുൽ സാറാ. എന്ത്? അല്ല നല്ല പ്രൊഫഷണൽ ആയിട്ട്. ഹലോ, ഞാൻ ഓമശ്ശേരി കഴിഞ്ഞു. ഇവിടുന്ന് എങ്ങനെയാ വരേണ്ടത്? ശരി, ഞാൻ നോക്കാം. ഹലോ, എവിടെ? ഞാൻ താർത്തിയതാ, കടയുടെ മുന്നിലുണ്ട്. ഞാൻ എവിടെ നിൽക്കണേ? ചേട്ടാ അതെന്നെ മാഷ, ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. പെട്ടെന്ന് പോയി വരണം, ഇവിടെ കുറെ പണിയുള്ളതാ. എൻ്റെ വരെ തോന്നിയാസത്തിനുള്ളതല്ല. നിനക്കെന്താടാ ഈ ലുലുമാളി പരിപാടി? സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ രാത്രി വരെ ഞാൻ ഇവിടെയാ. അത് കൊള്ളാലോ, നമുക്കൊന്ന് കറങ്ങി വന്നാലോ? വാ. ഈ സ്ഥലം കൊള്ളാട്ടടാ. ഞാനും എൻ്റെ അമ്മയും ഇടയ്ക്കിടെ വരലുണ്ട്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടവർക്ക് എത്തിയിട്ട് കാര്യങ്ങളാണ്. നിൻ്റെ അമ്മ പോയ ദുഃഖമുണ്ടല്ലോ, വേറെ ആരെക്കാളും എനിക്ക് മനസ്സിലാവും. അതോർത്ത് നീ ഇങ്ങനെ ജീവിച്ചാലുള്ള കുഴപ്പം എന്താ അറിയാം? ഇന്ന് ദുഃഖിക്കേണ്ടി വരും. ഞാൻ ആർക്ക് വേണ്ടി അമ്മ ജീവിക്കണ്ടേ? എടാ, നീ നിനക്ക് വേണ്ടി ജീവിക്കടാ. നിൻ്റെ എൻ്റെ ഉള്ളിലെ തീ ഒന്നാടാ. ഇനിയേ ആ ലുലുമാള് കിടന്ന് നീ അധികം കറങ്ങണ്ട. നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. വെറുതെ വേണ്ടടോ, ഈ പഠിച്ച് വലിയ ആളാകുമ്പോൾ തിരിച്ചു തന്നോ? എന്തായാലും സംഭവം ദയനീയാട്ടോ. ഈ കണക്കം വെച്ചിട്ടാണോ ഈ ലുലുമാള് കിടന്ന് തിരിയുന്നത്? എന്നാലും നമുക്ക് കണക്ക് ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഹിന്ദി, ബയോളജി, സംസ്കൃതം, അത് അകമിരുൾ മൂടിയ ജീവിതയാത്രയിൽ ഇനിയും നീ വഴിയിൽ തനിയെയാകും. കാത്തിരുന്ന കാലം കഥകൾ തിരുത്തുമോ? ചേർന്ന് നെയ്തതെല്ലാം പോയി മറഞ്ഞു. രണ്ടേ